അപ്പോൾ ഇതിന്റെ റിവ്യൂ എന്താണെന്ന് അറിയണ്ടേ? ഇതിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ, ഹലോ, ഒരു മാസത്തിന് മുന്നേ നമ്മൾ ഗർ സോപ്പിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഒരു ജെന്യൂൻ റിവ്യൂ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഗർ സോപ്പ്, നമ്മുടെ ഗർ സോപ്പ് എന്തോരായെന്ന് കാണണ്ടേ? നമ്മുടെ ഗർ സോപ്പ് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ റിവ്യൂ എന്താണെന്ന് അറിയാം. ഇതിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ, എനിക്കിത് തേച്ചിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. മറ്റുള്ളവരുടെ റിവ്യൂ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കിത് തേച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫേസിലായിരുന്നു തേച്ചിട്ടുണ്ട്. യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും ഒന്ന് ഫേസ് വാഷ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ കുളിക്കാൻ നേരം ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരും. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടാണ് കിടക്കുന്നത് സോപ്പ് ഉപയോഗിച്ച്. അപ്പോൾ 2 നേരം ഒരു ദിവസം ഞാൻ ഈ ഫേസ് വാഷ് ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. 1 മാസത്തോളം തേച്ചിട്ടും വലിയ മാറ്റം. എൻ്റെ വീഡിയോസ്, ഞാൻ അന്നത്തെ ഇട്ട വീഡിയോസിന് ശേഷമുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്യാമറ ക്വാളിറ്റി ഉള്ളതുകൊണ്ടിട്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ കുറച്ച് ബ്രൈറ്റനായിട്ട് തോന്നുന്നത്. അതല്ലാതെ ഇത് വെച്ച് എനിക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല, എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് 200 രൂപ, 199 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ എനിക്കിത് വാങ്ങിക്കണതിനോട് വലിയ അഭിപ്രായമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിക്കോ. എനിക്കിത് നോർമലി ഞാൻ എന്ത് ഫേസിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ സാധനം മാത്രം തേച്ചിട്ട് എനിക്കൊരു ഒന്നും തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.